കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഡിസംബർ മാസം 2024 14-ാം തീയതി ഈ വർഷത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. തലയോലപ്പറമ്പിലെ കൊലോസ് ലേഖനത്തിൻ്റെ പഠനം 3-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് പകലിൽ നമ്മൾ ധ്യാനിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. കഴിഞ്ഞു പോയ ഓരോ ദിവസങ്ങൾ, ഓരോ ആഴ്ചകൾ, ഓരോ മാസങ്ങൾ, ഒരു വർഷം കർത്താവ് നമ്മളെ അത്ഭുതകരമായി വഴി നടത്തി. ഡിസംബർ മാസം 2024 എന്ന വർഷം നമ്മളെ പിന്നിടുകയാണ്. ഇനി കർത്താവിന് വരവ് താമസമെങ്കിൽ നമ്മളെല്ലാവരും കൂടുന്നത് പുതുവർഷത്തിലായിരിക്കും. കർത്താവ് വന്നില്ലെങ്കിൽ, നമ്മളെല്ലാവരും ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ഒരവസരം ജനുവരിയിൽ കർത്താവ് തരുമെന്ന് വിശ്വസിക്കുന്നു. അതല്ല അതിനു മുൻപ് കർത്താവിൻ്റെ വരവെങ്കിൽ ഏറെ സന്തോഷം. അത് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച വാക്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ല. അതുകൊണ്ടാണ് ഞാനത് പറയാൻ റെഡിയായി. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമാണ്. അപ്പൊ മനുഷ്യരെപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഉത്തമമായ കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ പൗലൂസിന്റെ ജീവിതത്തിലെ ഉത്തമമായ വിഷയം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നതാണ് എന്ന് താൻ പറയും. നമുക്കും അത് തന്നെ ആയിരിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം കർത്താവിൻ്റെ ദാസൻ പൗലൂസ് വലിയ ധനാഢ്യൻ, വലിയ ജ്ഞാനി, ലോകപ്രകാരം എല്ലാ നിലയിലും ഇന്ന് പൗലൂസിനെ പോലൊരു മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഏറ്റവും വലിയ പൗരത്വം ഇന്ന് നമ്മൾ പറയുന്നത് അമേരിക്കയോ, അല്ലെങ്കിൽ അമേരിക്കയാണെങ്കിൽ ഏറ്റവും വലിയ പൗരത്വം. അമേരിക്ക, ഓസ്ട്രേലിയ, റഷ്യ, ജർമ്മൻ. എന്നാൽ അന്നത്തെ ഏറ്റവും വലിയ പൗരത്വം റോമൻ പൗരത്വമായിരുന്നു. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുക്രിസ്തു ആ ഭൂമിയിൽ വന്ന സമയത്ത് റോമൻ ഭരണത്തിൻ്റെ കീഴിലാണ് കടന്നു വന്നത്. സ്തോത്രം. അപ്പോൾ ആ റോമ പൗരനായ എബ്രായനായ ഒരു യഹൂദൻ, അത് ഏറ്റവും വലിയ പദവിയാണ്. തന്നെക്കുറിച്ച് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്ന 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവും ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാൻ സംബന്ധിച്ച സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഫിലിപ്പിയർ 3:5-6 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അപ്പൊ അങ്ങനെ പൗലൂസിനെ പോലെ ഒരു ജ്ഞാനി ലോകത്തിലില്ല. അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ ധനാഢ്യൻ പൗലൂസായിരുന്നു. ഏറ്റവും വലിയ ജ്ഞാനി പൗലൂസായിരുന്നു. ഇല്ല, എല്ലാറ്റിലും ഉപരി അന്നത്തെ ഏറ്റവും വലിയ മതം യഹൂദ മതമാണ്. യഹൂദ മതത്തിന്റെ സകല പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്താണ് പൗലൂസിന്റെ മാനസാന്തരം. അപ്പോ അങ്ങനെ ഏത് നിലയിൽ നോക്കിയാലും പൗലൂസ് വളരെ ശ്രേഷ്ഠമേറിയ ഒരു കഥാപാത്രമായിട്ടാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. വേദപണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നു, പുതിയ നിയമത്തിൽ യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വിലയുള്ള ഒരു ക്യാരക്ടർ അപ്പോസ്തലനായ പൗലൂസാണ്. അതങ്ങനെ തന്നെയാണ്. കാരണം ദൈവസഭയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപദേശങ്ങൾ എഴുതി രക്തസാക്ഷിത്വം വരിച്ച് മഹത്വത്തിൽ പ്രവേശിച്ച ശ്രേഷ്ഠനായ ഒരു ദൈവഭൃത്യൻ. സ്തോത്രം. തന്നോടൊപ്പം പകരം വയ്ക്കാൻ വേറൊരാളെ ഈ ഭൂമിയിൽ ഇല്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. എന്നാൽ താൻ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പറഞ്ഞ പ്രസ്താവന എനിക്ക് എന്തുകൊണ്ടോ ഇപ്പോഴും പറയാൻ ഒത്തിരി നാളുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെയും പറയാൻ എനിക്ക് പ്രേരണ കിട്ടുക. കാരണം അത് അനേക ദൈവദാസന്മാർ അതെല്ലാം കേട്ട് പഠിച്ച് അവരൊന്നുമല്ലെന്ന് മനസ്സിലാക്കി അവരെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അതിനു വേണ്ടി ആയിരിക്കും അവർ പക്ഷേ പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുക. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലൂസിനെ കുറിച്ച് പറയുന്നത്, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള 15-8 മുതൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഏറ്റവും ചെറിയവരല്ലോ. യോഗ്യനുമല്ല. കൃപയാലാകും. അടുത്ത്, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമല്ല. അടുത്ത്, അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. ഞാനല്ല, ദൈവകൃപയത്രേ. ഒരു ശുശ്രൂഷകന്റെ വേദപുസ്തകത്തിലെ അഗ്രഗണ്യനായ പൗലൂസിന്റെ വാക്കുകളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്.
ഈ പൗലൂസിനേക്കാളും ശ്രേഷ്ഠമായ നിലയിലുള്ള പേരെടുക്കാൻ നമുക്ക് ആർക്കെങ്കിലും അവകാശമുണ്ടോ? റവറൻ്റായിട്ടോ ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണ് മഹാനെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഈ പണ്ടാരണ്ണം പറഞ്ഞതുപോലെ ചെയ്യേണ്ടത് മാത്രമേ ചെയ്യാവുള്ളൂ, പറയേണ്ടത് മാത്രമേ പറയാവുള്ളൂ, നമുക്ക് അർഹിക്കുന്ന അവസ്ഥ മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെയാണ് പല വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. 12-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ഓരോരുത്തരും ദൈവം ആ വാക്യം ഒന്ന് പറഞ്ഞേ. 3 12-3 അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. വേണ്ട, അത് മതി. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ഓരോരുത്തരും കിട്ടിയ വിശ്വാസത്തിന്റെ അളവ്. ഇപ്പൊ എനിക്ക് കിട്ടിയ വിശ്വാസത്തിന്റെ അളവ് ഒന്നാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയത് ഓരോ നിലയില്ല. ആ അളവിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആത്മീകരായി നിലകൊള്ളണം. അതിനപ്പുറം കയറിയാൽ എന്ത് പറ്റും? കോട്ടയത്ത് സംഭവിച്ച പോലെ പറ്റും. ഇപ്പൊ കയറി വന്നുകൊണ്ട് അങ്ങ് പറയുക. ഞാനതിന് പൊതിഞ്ഞങ്ങ് പറയാനായിട്ട് കർത്താവിൽ ശരണപ്പെടുക. കഴിഞ്ഞ മാസം കോട്ടയത്തിൽ നടന്ന ഒരു മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടുക. വളരെ വേദനാജനകമായി, വലിയ ദുഃഖകരമായി. അപ്പൊ ചോദിക്കും, പാസ്റ്റർ ഞാൻ ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്കത് ബാധിക്കുന്നത്. നമ്മൾ വിശ്വാസ സമൂഹത്തിലുള്ള ഒരാളായതുകൊണ്ടാണ് ആ പ്രസ്താവന, ഹീനമായ പ്രസ്താവന എന്നെയും നിങ്ങളെയും ബാധിക്കുന്നത് കൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ലോകക്കാരുടെ കാര്യമായിട്ടൊക്കെ തള്ളിക്കളയാം. ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല, കത്തോലിക്കരുടെ ഇടയിൽ, പെന്തക്കോസ്തുകാരുടെ ഇടയിൽ മനോഹരമായി പ്രസംഗിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് കാണുമെന്ന് എനിക്ക് വിശ്വസിക്കും. ഇവരെക്കാളും എത്രയോ മാന്യമായ നിലയിലാണ് പുള്ളി സംസാരിക്കുന്നത്. പുള്ളി ഒരിക്കൽ പറയാണ്, ഗിരിപ്രഭാഷണം നമ്മൾ വായിച്ചു പഠിക്കണം. ഞാനെപ്പോഴും എല്ലാവർക്കും പറയാറുള്ള കാര്യം, ഗിരിപ്രഭാഷണം വായിച്ചു പഠിക്കണം. യേശു കർത്താവ് പറഞ്ഞ ആ മഹത്തരമായ സന്ദേശങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ വളരെ ഗഹനമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കണമെന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ ഞാൻ വാസ്തവത്തിൽ അതിശയം തോന്നിപ്പോയി എനിക്ക്. ഒരു പാസ്റ്ററിന് എന്തുകൊണ്ട് ഇത് പറയാൻ പറ്റുന്നില്ല? വളരെ മോശമായ, വൃത്തിഹീനമായ, ലോകത്തിൽ ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത വൃത്തികെട്ട സ്വത്രം ഭാഷാ പ്രയോഗങ്ങൾ എന്തുകൊണ്ടാണ് അവർ പറയുന്നതെന്ന് ഞാൻ ദൈവസന്നിധിയിൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ദൈവവചനത്തിലൂടെ നമുക്കിത് പഠിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം ഒന്ന് എടുത്താൽ, 1 ശമൂവേലിന്റെ പുസ്തകം, 1 ശമൂവേൽ അതിൻ്റെ 2-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ ഉറച്ചു വായിക്കണം. ഇവിടെ മൊബൈലിൽ കേൾക്കണം. 22 മുതൽ. ആമേൻ. അവന്റെ പുത്രന്മാർ എല്ലാ ഇസ്രായേലിനോടും ചെയ്യുന്നതൊക്കെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോട് കൂടെ ശയിക്കുന്നതും അവൻ കേട്ടു. ആമേൻ. അവൻ അവരോട്, നിങ്ങൾ ഈ പോലെ ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ കുറിച്ച് ഈ ജനമൊക്കെയും പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. അങ്ങനെ അരുത് മക്കളെ. യഹോവയുടെ ജനം അവരെ കുറിച്ച് പരത്തുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നന്നല്ല. മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. ആമേൻ. മനുഷ്യൻ യഹോവയോട് പാപം ചെയ്യാനോ അവന് വേണ്ടി അപേക്ഷിക്കും എന്ന് പറഞ്ഞു. എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചതുകൊണ്ട് അവർ അപ്പന്റെ വാക്ക് കൂട്ടാക്കി. ഏലിപുരോഹിതന്റെ വാക്കുകൾ സ്വന്തം മക്കൾ കൂട്ടാക്കിയില്ല. തന്നിമിത്തം അവരുടെ മക്കളെ ദൈവം കൊന്നുകളഞ്ഞു. ഏലിപുരോഹിതന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. മക്കളെ ശാസിച്ച് അമർച്ച ചെയ്യാത്തത് കൊണ്ട് പുറകോട്ട് വീണ് പെടലി ഒടിഞ്ഞ് താനും മരിച്ചു. ആത്മീയമായി ചത്തു കിടക്കുക. ഈ പ്രസ്താവന ഇറക്കിയവരൊക്കെ ആത്മീയമായി ഡെഡ് ആണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കിക്കോണം. ആത്മീക ജീവൻ ശക്തിയോടെ വഹിക്കുന്ന ഒരു ദൈവപുത്രന് ഒരിക്കലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രസ്താവിക്കാനോ ചെയ്യാനോ കഴിയില്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
പഴയ നിയമസഭയിൽപ്പെട്ട ഏലി പുരോഹിതനും ഒരു മക്കളുമാണ് ഇത് ഈ പ്രവൃത്തികൾ ചെയ്തത്. പഴയ നിയമസഭയെക്കുറിച്ച് ലേവ്യ പുസ്തകം എടുക്കാൻ സമയമില്ല. ദുഷ്ടസഭ എന്ന 2 ഭാഗത്ത് പറയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദുഷ്ടസഭ എന്ന് പറയുന്നില്ല. സഭ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നു. സഭ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ അറിയില്ല. അപ്പൊ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നു. 3-ാമത്തെ പഠനം ഇപ്പോഴും പറയുന്ന പഠനങ്ങളാണ്. നിർമ്മല കന്യക മണവാട്ടി പദത്തിൽ ചെല്ലുവാൻ വേണ്ടി ഈ ഭൂമിയിൽ നിർമ്മല കന്യകയായി വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു സംഘമാണ് പുതിയ നിയമസഭ. പൗലോസിന്റെ പഠനമാണ്. ആ പഴയ നിയമസഭയിലെ പോലെ ആകാൻ നമുക്ക് പാടില്ല. പക്ഷെ ഇവിടെയും അങ്ങനെ ആകുന്നു. എന്തുകൊണ്ട്? സമാഗമന കൂടാരത്തിൽ നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏലി പുരോഹിതന്റെ മക്കൾ ചെയ്ത ഹീനമായ പ്രവൃത്തികൾ തന്നെ പുതിയ നിയമസഭയിലുള്ളവരും ചെയ്യുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പഴയ നിയമസഭയും പുതിയ നിയമസഭയിലും ഉള്ളവർ പാപം ചെയ്യുന്നവരുണ്ടെന്നല്ലേ അതിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ ദൈവവചനത്തിന്റെ വെളിപ്പാടുകളും നമുക്ക് കിട്ടിയ ദൈവവചനത്തിന്റെ ഉപദേശങ്ങളും അനുസരിച്ച് ജീവിച്ച് യോശുവയും കാലേബും വാഗ്ദത്ത കനാനിൽ പ്രവേശിച്ചതുപോലെ ഞാനും നിങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്ന വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് നമ്മുടെ വാഗ്ദത്ത ഭൂമിയായ നിത്യത അല്ലെങ്കിൽ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് എത്തുവാൻ നമ്മൾ അഹോരാത്രം നമ്മുടെ ദൈവത്തിൽ വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഹല്ലേലൂയ. പാപം ചെയ്യുന്നവർ പാപം ചെയ്യട്ടെ. അങ്ങനെ ഒരു പദപ്രയോഗം വെളിപ്പാട് പുസ്തകത്തിലുണ്ടല്ലോ. ഏതാ അത്? ഇവിടെ നിങ്ങൾ വായിച്ചു, അതെടുത്ത് വായിച്ചേ. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആദിബന്ധവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ശുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവരും പുറത്ത് തന്നെ. ദൈവത്തിലെ ഈ ആലോചന ദൈവത്തിന്റെ ആത്മാവ് പ്രാരംഭ സമയത്ത് നമുക്ക് തരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊന്നും കണ്ട് നമ്മൾ ആരും എന്ത് ചെയ്യരുത്? ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. നമുക്ക് ലഭിച്ച ദർശനത്തിനനുസരിച്ച് പൗലോസ് പറയുന്ന പോലെ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളതൊക്കെയും മറന്ന് മുൻപിലുള്ളവരുടെ ആഞ്ഞ് പരമവരുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു, ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. ലഭിച്ചു കഴിഞ്ഞൊന്നും തികഞ്ഞവനായൊന്നുമല്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാനും പിന്തുടരുകയാണ്. അതായിരിക്കണം നമ്മുടെ ദർശനം, അതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. തോപ്പിട്ട് കിടക്കുന്നവരെ നമ്മൾ നോക്കരുത്. ദൈവപ്രമാണം ലംഘിച്ചു പോകുന്നവരെ നമ്മൾ നോക്കരുത്, അവരെ ശ്രദ്ധിക്കരുത്. വിജയശ്രീലാളിതരായി ഞാൻ നല്ല പോർവരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയപ്പെട്ട ഏവർക്കുമെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ജയിച്ച ജയാളികളായ കർത്താവിന്റെ ശിഷ്യന്മാരുടെ ആ കാൽച്ചുവടുകളെ പിൻപറ്റി നമുക്ക് ക്രിസ്തു ജീവിതം നയിച്ച് മുൻപോട്ട് പോകാം. എന്നാൽ മാത്രമേ കർത്താവിന്റെ വരവിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള അശുദ്ധിയിൽ നിറഞ്ഞവരെ നോക്കുകയോ അവരുടെ സന്ദേശങ്ങൾ കേൾക്കുകയോ അവരുടെ പുറകെ പോവുകയോ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അവരെ രക്ഷപ്പെടുത്തിയെടുത്താൻ ശ്രമിച്ചു കൊള്ളണം. കാരണം ഇത് തീപ്പൊയ്കയിലേക്കാ പോകും. ദൈവത്തിന് യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അഹരോന്റെ പുത്രന്മാര് പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അന്യാഗ്നി കത്തിച്ചപ്പോൾ ദഹിപ്പിച്ചു പോയി. എങ്കിൽ ഈ അന്യാഗ്നി കത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ എന്തുകൊണ്ടായി ദഹിപ്പിക്കാത്തതെന്ന് ഞാൻ നിങ്ങൾ ചോദിക്കും. ഇത് കൃപായുഗമാണ്. ദഹിപ്പിക്കാൻ വേണ്ടി മാറ്റി ഇട്ടിരിക്കുക, ലിസ്റ്റിൽ ഇട്ടിരിക്കുക. കർത്താവ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ കളകളെല്ലാം കൂടി പിഴുതു കൂട്ടിയിടും. അവസാനം എന്ത് ചെയ്യും? ഒരുമിച്ച് തീയിലിട്ട് ചുട്ടുകളയാൻ്റെ. അതാണ് നിത്യനരകമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ സ്തോത്രം. ഞാൻ ടൈറ്റിലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾക്ക് കൊലോസ് ലേഖനത്തിലേക്ക് കടന്നു വരാം. നമ്മുടെ ശ്രേഷ്ഠമായ ആ ലേഖന പഠനത്തിലേക്ക് നമ്മൾ വരികയാണ്. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഇന്നലെ രാത്രി ഞാൻ എവിടെ നിർത്തിയെന്നുള്ളത് അറിയാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച ആ വാക്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തെടുത്ത് ഞാനത് വെച്ച് കേട്ടു. കൊലോസ് ലേഖനം 1, 2 പാർട്ട് 2-ാം പാർട്ട് കേട്ടപ്പോൾ ഈ 11 വരെയുള്ള വാക്യങ്ങൾ കൊണ്ട് നിർത്തിയിരിക്കുക. ഇനി നമ്മൾ 12 തൊട്ട് നമുക്ക് അങ്ങോട്ട് പഠിക്കാണ്ടിയിരിക്കുന്നു. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതിൻ്റെ 1-ാം വാക്യം 1-ഉം 2ഉം വാക്യങ്ങൾ വായിച്ചാൽ.
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ നോ അതല്ല, സോറി ഐ എം സോറി. കൊലോസ്യ ലേഖനം 3:12 മുതൽ 12-13 വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും ആമേൻ വിശുദ്ധന്മാരും പ്രിയന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. മതി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കൊലോസ്യ ലേഖന പഠനത്തിലേക്ക് കടന്നു വരുന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾ ചിന്തിച്ചതിൻ്റെ തുടർമാനമായ പഠനത്തിലേക്കാണ് ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണമേ. കർത്താവ് ഞങ്ങളുടെ വചനം തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഈ വഷളത്വം നിറഞ്ഞ ലോകത്ത് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ച് ഞങ്ങളെ തന്നെ സൂക്ഷിച്ച് ഞങ്ങളെ തന്നെ കാത്തുകൊണ്ട് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ വരവിൽ നിർമ്മലരായി നിഷ്കളങ്കരായി നിൽക്കുവാൻ ഈ പകൽക്കാലത്തെ വചന കേൾവി മുഖാന്തരമായി ഭവിക്കട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്രിസ്തു ജീവിതം പണിതെടുക്കുവാൻ ആവശ്യമായ ദൈവ വചനത്തിലൂടെയുള്ള പ്രബോധനങ്ങൾ, ആലോചനകൾ, ദൂതുകൾ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. വചനത്തിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടവ്യാപാരങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഒരുക്കപ്പെട്ട നിലം പോലെ ദൈവസ്ഥലിരുന്ന് പ്രിയപ്പെട്ടവർ വചനങ്ങൾ ഏറ്റെടുക്കുവാൻ കർത്താവെ സഹായിക്കണം. അങ്ങയുടെ നാവായി വായായി അടിനെ ഉപയോഗിക്കണം. മഹത്വം മുഴുവൻ കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവ്. ആമേൻ. സ്തോത്രം. കൊലോസ്യർ 3:1 മുതൽ പഠിച്ച് വന്നിട്ട് ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളതിനെ ചിന്തിപ്പീൻ എന്നിങ്ങനെ പഠിച്ച് വന്നിട്ട് അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വന്നു. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, ത്യാഗരഹം എന്നിങ്ങനെ ഭൂമിയിലുള്ള ഞങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അതിന് 8-ാം വാക്യത്തിലേക്ക് വന്ന് ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിച്ചിരിക്കുന്ന പുതിയ മനുഷ്യനെ അവിടെ നിൽക്കട്ടെ, പുതിയ മനുഷ്യനെ ധരിച്ചു. ഇപ്പൊ നമ്മൾ ആരാ? ഒരു ദൈവവൈതൽ ഒരു പുതിയ വ്യക്തിയായിത്തീരും. ഒരുവൻ ക്രിസ്തുവിലായാൽ 2 കൊരിന്ത്യർ 5:17 വായിച്ചാട്ട്. 2 കൊരിന്ത്യർ 5:17. സ്തോത്രം. എനിക്കത് കാണാതറിയാമെങ്കിലും നിങ്ങളെ കൊണ്ടത് വായിപ്പിക്കുക. ആ വാക്യം ഒന്നുകൂടി ഹൃദയത്തിൽ വീഴാൻ വേണ്ടി. 2 കൊരിന്ത്യർ 5:17. പുതിയ സൃഷ്ടിയാകും. പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിലായാൽ നമ്മൾ പുതിയ മനുഷ്യനായി. പഴയ മനുഷ്യന്റെ യാതൊരു സ്വഭാവങ്ങളും നമ്മളിൽ കാണുവാൻ പാടില്ല. അതാണ് അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശം. ഈ സങ്കീർത്തന വായനയും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്താൽ മാത്രമേ നമുക്ക് ആത്മികരായി ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് ശക്തിയോടെ പൗലോസ് പഠിപ്പിക്കുക. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഈ പുതിയ മനുഷ്യന്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ കേട്ടെങ്കിലും അതൊന്നുകൂടി എടുത്ത് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂഷനിലേക്ക് വരിക. പുതിയ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അതിൻ്റെ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 4:20 മുതൽ നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവരെക്കുറിച്ച് കേട്ട് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളും. അപ്പൊ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യൻ. ഈ ചിന്ത ഹൃദയത്തിൽ നന്നായിട്ട് നമ്മൾ സ്ഥാപിച്ചെടുക്കണം. ഈ ചിന്ത, ഞാൻ ആരാണ്? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനാണ്. ദൈവാനുരൂപമായി, എല്ലാവരും ശ്രദ്ധിക്കണേ, ദൈവാനുരൂപമായി, ദൈവത്തിന്റെ രൂപം, ദൈവത്തിന്റെ സ്വഭാവം. ഈ രൂപം എന്ന് പറഞ്ഞ സ്വഭാവത്തിലേക്ക് വരണം. സത്യം, നീതി, പരിജ്ഞാനം, വിശുദ്ധി, സ്നേഹം ആദിയായ കർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പുതിയ മനുഷ്യനെയാണ് പൗലോസ് ഇവിടെ വിവക്ഷിക്കുന്നത്. ഞാൻ പണ്ട് കഞ്ചാവും വലിച്ച് കള്ളും കുടിച്ച് പാർക്കുകളിലൊക്കെ പോയി
ഇങ്ങനെ മയങ്ങിയിരിക്കും. ആരെങ്കിലും എന്ത് ചോദിച്ചാൽ മിണ്ടത്തില്ല. കാരണം ലഹരിയിൽ ഇങ്ങനെ ആടിയിരിക്കുന്നത്. ആ പഴയ മനുഷ്യനാണ്. ആ പഴയ മനുഷ്യനല്ല ഞാനിപ്പോൾ. ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായിട്ട് ഞാൻ തീർന്നിരിക്കുക. എന്നിൽ ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാകണം. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭകളിൽ പഠിപ്പിക്കാത്തതിന്റെ കാരണം, ഈ പഠിപ്പിക്കുന്ന പാസ്റ്ററിന് ഇതൊക്കെ പറയാനായിട്ടുള്ള ഒരു ആംബിയർ കിട്ടണമെങ്കിൽ അല്പമെങ്കിലും വചനം എന്ത് ചെയ്യണം? അനുസരിക്കണം. ഇത് വായിക്കുകയും പഠിക്കുകയും ഇത് അനുസരിക്കാനുള്ള ഒരു മനോഭാവമെങ്കിലും ഉണ്ടാകണം കുറഞ്ഞ പക്ഷം. ഈ മായമില്ലാത്ത പാൽ കുടിക്കുന്ന വിഷയത്തെ കുറിച്ച് പത്രോസ് എന്താ പറയുന്നത്? സകല ദുഷ്ടതയും ചതിയും വ്യാജമോ അസൂയ നുണ നീക്കിക്കളഞ്ഞ് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. ഇപ്പോൾ ശിശുക്കളൊക്കെ വാഞ്ചിക്കാനാ പറയുന്നത്. അപ്പോ അങ്ങനെ വാഞ്ചിക്കുന്നവരെ കൊണ്ട് കർത്താവ് എന്ത് ചെയ്യും? കുടിക്കാനിടയാണ്. വാഞ്ചിയില്ലെങ്കിലോ ഒരു കൊച്ചിങ്ങനെ കളിച്ച് ചിരിച്ചിങ്ങനെ ഇരിക്കുക. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു കൊച്ചാന്ന് വെച്ചോ, നമ്മളുകൊണ്ട് പാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് തുപ്പിക്കളയും. കാരണം അതിന് വാഞ്ചയില്ല, ദാഹമില്ല, വിശപ്പില്ല. അതേസമയത്ത് വിശന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കിടന്ന് ഇങ്ങനെ കാറും. ആ കാറുന്ന സമയത്ത് ഇച്ചിരി പാല് കൊണ്ടുവന്ന് വെച്ച് ഒരു കുപ്പിയിലാക്കി കൊടുത്തു നോക്കിയാൽ വലിച്ചു കുടിക്കുന്നതാണ്. അപ്പൊ ദാഹമുള്ള കുഞ്ഞുങ്ങളെ കുടിക്കത്തുള്ളൂ. വാഞ്ചയുള്ളവർക്ക് ഇത് കർത്താവ് കൊടുക്കുകയുള്ളൂ. ഈ ജീവന്റെ വചനം എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് നമ്മൾ ദൈവവചനത്തോടെ പഠിച്ചെടുത്ത് മനസ്സിലാക്കി ഞാനോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഇത് നമ്മളിൽ ദൈവാത്മാവിന്റെ ക്രിയ ചെയ്യുന്ന വചനമാണ്. ഇത് ആത്മശക്തി കൊണ്ടുവരുന്നതാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി കേന്ദ്രമാക്കി നമ്മളെ തീർക്കുന്നതാണ് ഈ വചനം. വചനം അനുസരിക്കുമ്പോഴേ ശക്തി ഉണ്ടാകത്തുള്ളൂ നമ്മളിൽ. വചനം അനുസരിക്കാതെ ദൈവശക്തി നമ്മളിൽ വരികയില്ല. നമുക്ക് രോഗശാന്തി കിട്ടണമെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തിയുടെ ഒരു വ്യാപാരം നമ്മളിലേക്ക് ഉണ്ടാകണം. അത് വിശുദ്ധമായി ജീവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ഇത് വളരെ ക്ഷീണം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ നാളെ യോഗമുണ്ട്, പോണം. 2 ദിവസം മുമ്പാണെങ്കിൽ പറയാം അടുത്ത ആഴ്ച വരാൻ. ഇപ്പൊ ഈ അറ്റ സമയത്ത് പറയുന്നതും ഒരു ഭംഗികേടാണ്. അതുകൊണ്ട് പോയേ പറ്റുള്ളൂ. എനിക്ക് ബലം വേണം, എനിക്ക് ശക്തി വേണം, എനിക്ക് കൃപ വേണം എന്ന് പറഞ്ഞ് ദൈവത്തിൽ പ്രാർത്ഥിച്ച് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ബലമായി. സ്തോത്രം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായി തീർന്നാലേ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ സ്വർഗരാജ്യം അടഞ്ഞു കിടക്കും. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന ഈ ആത്മീയ നേതൃത്വങ്ങളെ ഒന്നും നമ്മൾ നോക്കരുത്. ആരെയും നോക്കരുത്. പൗലോസ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ അനുകരിക്കും, ഞങ്ങളെ അനുകരിക്കും, ക്രിസ്തുവിനെ അനുകരിക്കും. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ എന്റെ അനുകാരികളാകുവിൻ. അവർ അത്ര പ്രാഗൽഭ്യത്തോടെ പറയുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കാരണം അവർ എന്താ അങ്ങനെ പറയാനുള്ള കാരണം? 1 യോഹന്നാൻ പഠിക്കുമ്പോൾ ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. യേശുവിനെ കണ്ടു, യേശുവിനെ തൊട്ടു, യേശുവിനെ നോക്കി, കർത്താവിൽ നിന്ന് പ്രാപിച്ചു, കർത്താവിനോട് കൂടെ നടന്നു, കർത്താവ് അപ്പം നുറുക്കി കൊടുത്തു, അത് ഭക്ഷിച്ചു, കർത്താവ് പറഞ്ഞ വചനങ്ങൾ അവർ ശ്രദ്ധിച്ചു, അതനുസരിച്ചു, ആത്മാവിനെ പ്രാപിക്കണമെന്ന് പറഞ്ഞു അവർ കാത്തിരുന്നു, അത് പ്രാപിച്ചു, അവർ ശക്തിപ്പെട്ടു, ബലപ്പെട്ടു. അവരെല്ലാം വിദ്യാഭ്യാസത്തിൽ നമ്മുടെയൊക്കെ അയലൊക്കത്ത് നിൽക്കത്തില്ല. പത്രോസിനൊന്നും അറിയുന്നില്ല. ലേഖനം പോലെ എഴുതിയത് വേറൊരു സഹോദരനെ കൊണ്ടാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അറിവ് എന്തായിരിക്കണം? അപ്പൊ അങ്ങനെയുള്ളവര് കർത്താവിനെ ബ്ലൈൻഡായിട്ട് അങ്ങ് വിശ്വസിച്ചു. അങ്ങോട്ട് വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ, അവർ ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം കരുത്തന്മാരായി മാറി, ശക്തന്മാരായി മാറി. ഇതാ ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും വന്നുവല്ലോ. എന്നെ അത് പിടിച്ചു കുലുക്കുന്നതിനുമായി. ഇന്നൊക്കെ അങ്ങനെയൊക്കെ പറയാൻ ആരാ ഉള്ളത്? എന്നിങ്ങനെ എല്ലാത്തിനെയും ഊതിയിട്ട് ഉന്തിയിട്ട് കൊരപ്പിച്ചും ചിരിപ്പിച്ചും ഛർദ്ദിപ്പിച്ചും അവരൊക്കെ വന്ന് ഒരു കുലുക്കോട് നമുക്കൊന്നും ആർക്ക് ദൈവമക്കളായിട്ടുള്ളവർക്ക് എവർ വന്ന് ഊതിയിട്ടാലും ഒന്തിയിട്ടാലും കൊരപ്പിച്ചാലും ചിരിപ്പിച്ചാലും ഞങ്ങൾക്കൊന്നും ഒരു ചുക്ക് സംഭവിക്കുമ്പോൾ ഇതൊന്നും ആത്മീകമല്ല, ഇതൊക്കെ പൈശാചികമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, വളരെ ശക്തിയോടെ എൻ്റെ ഹൃദയത്തിൽ പറയാനായിട്ട് ഈ വാക്യ പ്രേരണ തരുന്നു. സ്തോത്രം. എന്താണ്? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യൻ. ഹല്ലേലൂയ.
അത് എഫേസ്യ ലേഖനത്തിലാണ് പൗലോസ് പറയുന്നത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അതാണ് ഇവിടെയും പറയുന്നത്. പഴയ മനുഷ്യനെ തൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് കൊലോസ് ലേഖനം സ്തോത്രം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം പോഷ്ക്ക് പറയുന്നത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിച്ചിരിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ഈ പുതിയ മനുഷ്യനുമായിട്ട് ദൈവവുമായിട്ട് ബന്ധം. ആ പുതിയ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം കേൾക്കത്തുള്ളൂ. അല്ല പഴയ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല. ബലം വേണമെന്ന് പറഞ്ഞാൽ ബലം തരും, ശക്തി വേണമെന്ന് പറഞ്ഞാൽ ശക്തി തരും. നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന കർത്താവ് തരും. കാരണം പുതിയ മനുഷ്യനായില്ലേ. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ അത് വരുന്നല്ലോ. ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ മനസ്സ്, അവന്റെ ദിവ്യ സ്വഭാവം അത് നമ്മൾ ഒപ്പിയെടുക്കണം. നമ്മൾ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, ശരി. പക്ഷേ നമ്മൾ ആവോളം ഈ വചനം അനുസരിച്ച് ജീവിച്ച് അവന്റെ സ്വഭാവവും അവന്റെ മനസ്സും അവന്റെ ഭാവവും ഓരോ ദിവസവും വചനം പഠിച്ചനുസരിച്ച് ജീവിച്ച് നമ്മളത് പ്രാപിച്ചെടുക്കണം. ഒരു ജ്ഞാനവും ഒരു അറിവും ഒരു കഴിവും ഒന്നുമില്ലാത്തവരായിരുന്നു ഈ അപ്പോസ്തലന്മാരെ. കർത്താവിന്റെ ശിഷ്യന്മാരെ എത്ര പേരുണ്ട്? 12 പേര്. അതിലൊരു അല്പം അറിവും കഴിവുള്ള ആരായിരുന്നു? പൗലോസ് മാത്രം. ബാക്കി 11 പേരെ കുറിച്ച് പഠിച്ചാൽ അവരെ യാതൊരു നിലയും അവർക്കില്ല. അത് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചു വിടാം. സമയം എൻ്റെ മുൻപിലില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത്. 1 കൊരിന്ത്യർ 1-ന്റെ 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. പോഷന്മാരെ തെരഞ്ഞെടുത്തു. അടുത്ത ബലഹീനന്മാരെ തെരഞ്ഞെടുത്തു. അടുത്ത കുലഹീനന്മാരെ, നികൃഷ്ടന്മാർ, ഒന്ന് പറഞ്ഞ രണ്ടിന് തമ്മിൽ തല്ലുന്നവര്, ഇടിമക്കൽ, ഏതുമില്ലാത്തവരെ തെരഞ്ഞെടുത്തു. എന്തിനാണ് തെരഞ്ഞെടുത്തത്? അടുത്ത വാക്യം. പ്രശംസിക്കരുത്. നമ്മുടെ ഡോക്ടറേറ്റും നമ്മുടെ റവറന്റ് പട്ടവും സുവിശേഷ വേലയ്ക്ക് ഒട്ടും പ്രയോജനമല്ല. അതെല്ലാം വേസ്റ്റാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, അവർക്ക് ഡോക്ടറേറ്റ് ആര് കൊടുത്തു? അവർക്ക് റവറന്റ് പട്ടം എവിടെ നിന്ന് കിട്ടി? ഇതാ പഠിപ്പില്ലാത്ത ഒരു സാമാന്യ മനുഷ്യനെന്നറിയാൽ ആശ്ചര്യപ്പെട്ടു. അടുത്ത വാക്യം, അവർ യേശുവിനോടുകൂടി ആയിരുന്നു. ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ ആകേണ്ടതിന് തന്നെ മതി. അപ്പൊ കർത്താവിൽ പ്രശംസിക്കണം. കർത്താവ് എനിക്ക് കൃപ തന്നു, കർത്താവ് എനിക്ക് ശക്തി തന്നു, കർത്താവ് എനിക്ക് ബലം തന്നു, കർത്താവ് എനിക്ക് ജ്ഞാനം തന്നു, കർത്താവ് എനിക്ക് പരിജ്ഞാനം തന്നു, അവൻ എനിക്ക് ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് എന്നെ നടത്തി എന്ന് കർത്താവിൽ പ്രശംസിക്കാൻ ഇടവരണം. അതുകൊണ്ടാണ് സാധാരണക്കാരെ തെരഞ്ഞെടുത്തത്. കർത്താവ് ഭൂമിയിൽ വന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രീക്കേഴ്സ്. ആരാണെന്ന് അറിയാമല്ലോ അല്ലേ? സോക്രട്ടീസും അരിസ്റ്റോട്ടിലും ഒക്കെ വലിയ വലിയ തത്വജ്ഞാനികളാണ്, വലിയ ജ്ഞാനികളാണ്. അന്നത്തെ ഏറ്റവും വലിയ ജ്ഞാനികളാണ്. പിന്നെ റോമാക്കാർ വലിയ ജ്ഞാനികളാണ്, വലിയ ബഹുമാനം ആർജിക്കുന്നവരൊക്കെ വലിയ ആൾക്കാർ. എന്താ കർത്താവ് അവരെ തിരഞ്ഞെടുക്കാത്തത്? ഈ ഗലീല നാട്ടിൽ വന്ന് ഈ മുക്കുമാരെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്താണ്? ഈ മനുഷ്യരിൽ ദൈവശക്തി പകർന്ന്, അതാണ് സൈമൺ സാർ പാടിയ പാട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാടാറുണ്ടല്ലോ. നീചരായി ഗണിച്ചിരുന്ന പേത്രനാദിയായ ധീവരരെ ശേഷി കൊണ്ട് അലങ്കരിച്ചു, പരം പ്രേഷണം ചെയ്ത് അവനിൽ ഗുരുക്കളാക്കി. നീചരായി
ലോകം കണ്ടുകൊണ്ടിരുന്ന സാധാരണ മനുഷ്യരെ ദൈവം തെരഞ്ഞെടുത്ത് ശേഷി കൊണ്ട് അലങ്കരിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ പകർന്ന്, ആത്മശക്തി അവരുടെ മേൽ പകർന്ന്, ആ ശക്തി കൊണ്ട്, ദൈവകൃപ കൊണ്ട്, ദൈവിക ജ്ഞാനം കൊണ്ട്, സ്വർഗീയ ജ്ഞാനം കൊണ്ട്, ഉയരത്തിലെ ജ്ഞാനം കൊണ്ട്, വിവേകം കൊണ്ട് ദൈവം അവരെ നിറച്ചിട്ട് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് അവർ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചത്. നമ്മളിപ്പോ നമ്മുടെ ബുദ്ധിയും ശക്തിയും കൊണ്ടാ പ്രസംഗിക്കുന്നത്, അതുകൊണ്ടാണ് ഗുണമില്ലാതിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായോ? ഈ പൗലൂസ് എന്താ അതങ്ങനെ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങൾ കൊണ്ട് വായിച്ചു. ഞാനും സഹോദരന്മാരും പത്രോസിനും യോഹന്നാനും യാക്കോബും ഒക്കെ കൂടെ പൗലൂസ് വരിക. നിങ്ങളുടെ അടുക്ക വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ. എനിക്ക് വചനത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഒന്നുമില്ല. എനിക്ക് വചനത്തിന്റെയും ജ്ഞാനത്തിന്റെയും വൈഭവം കൂടാതെ എത്രേ നിങ്ങളുടെ അടുക്കൽ വന്നത്. കേട്ടോ, അടുത്ത പദമാണ് എന്നെ ചിന്തിപ്പിച്ചത്. അയച്ചാൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കേണ്ടത് എങ്ങനെയായിരുന്നു? ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് വിചാരിച്ചു. എനിക്ക് അറിവുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് പ്രാപ്തി കൊണ്ട്, എനിക്ക് ഒത്തിരി ഉണ്ട്. ഇതെല്ലാം ഞാൻ കൊണ്ടുവന്ന് കർത്താവിന്റെ പാദപീഠത്തിലോട്ട് ഇട്ടിട്ട് എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. നേരത്തെ ഇവിടെ വായിച്ചല്ലോ, അവൻ നമുക്ക് ജ്ഞാനവും ശക്തിയും ബലവും വീണ്ടെടുപ്പുമായി തീർന്നു അല്ലേ? അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ കൃപയും. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം ഞങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ ക്ലാസ് ആയിരുന്നു. അത് മനോഹരമായൊരു ക്ലാസ് ആയിരുന്നു. നിങ്ങളത് വാട്സപ്പിൽ വന്നിട്ടുണ്ട്, കേൾക്കണോ? അതൊക്കെ അതിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനം ആരാ? ക്രിസ്തുവാ. ദൈവത്തിന്റെ ജ്ഞാനം ക്രിസ്തുവാ. 1 കൊരിന്ത്യർ ലേഖനം ഒന്ന് എടുക്കാം. അത് മാത്രം ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്നു. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും 22 മുതൽ 1 യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. അപ്പൊ ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെയാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ എത്ര നിങ്ങളുടെ അടുക്കൽ വന്നത്? എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് അറിയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു. എന്താ കാര്യം? ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനമാണ്. നമ്മൾ മനസ്സിലാക്കി. വേറൊരു ഭാഗത്തൂടി അതിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുകൂടി ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 6, 7, 8 കൂടി ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ആമേൻ. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, സ്തോത്രം. നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ആമേൻ. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചത് മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് പൗലൂസിന് കിട്ടി. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രയും ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞാൽ മതി. എന്താ കാര്യം? ദൈവത്തിന്റെ ജ്ഞാനമാണ് ക്രിസ്തു. ഈ ഒരു മർമ്മം, ഈ ഒരു മിസ്റ്ററി നമ്മുടെ ഹൃദയത്തിൽ ശക്തമായിട്ട് കയറി പിടിക്കാനിടയായി തീരണം. അത് അടർത്തി എഴുതണം നമ്മുടെ ഹൃദയത്തിൽ. ദൈവത്തിന്റെ ജ്ഞാനമാണ് ക്രിസ്തു. ഇനി അടുത്ത വാക്യം കൂടി വായിച്ചിട്ട് അടുത്ത വാക്യം ഒരു മർമ്മം അവിടെ കിടപ്പുണ്ട്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അടുത്ത വാക്യം. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. യഹൂദന്മാർ യേശുവാണ് മശിഹ എന്നറിയാതെ, ദൈവത്തിന്റെ ജ്ഞാനമാണെന്ന് അറിയാതെ യഹൂദന്മാർ പിടിച്ച് ക്രൂശിച്ചതാണ് ക്രിസ്തുവിനെ. അവരറിഞ്ഞെങ്കിൽ ക്രൂശിക്കുകയില്ലായിരുന്നു എന്നാ പൗലോസ് പറയുന്നത്. അറിയാതെ അവർ ക്രൂശിച്ചു. അത് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി ഭവിച്ചു എന്നുള്ളത് വേറൊരു വിഷയം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വചനത്തിന്റെ വെളിപ്പാടുകൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം.
അപ്പോസ്തലന്മാർ എഴുതിയ ആ വചനത്തിന്റെ വെളിപ്പാട് ഇത് പല ശുശ്രൂഷകന്മാർക്കും വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്, കുറച്ചൊക്കെ പറയുന്നുണ്ട്, പോരാ, ആഴത്തിൽ നമ്മളത് പഠിച്ചെടുക്കണം. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഞങ്ങൾ ദൈവസഭയുടെ ഗ്രഹവിചാരകന്മാർ, ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ. ലോകത്തില് ദൈവമർമ്മങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുന്നത് ഞാനും നിങ്ങളുമല്ല, കർത്താവിൻ്റെ കൂടെ നടന്ന് കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ. അപ്പൊ അവർ പറയുന്നത് നമ്മൾ കേട്ട് പഠിക്കണം. അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ വായിച്ചും പഠിച്ചും ഗ്രഹിച്ചും ആ ദൈവസ്ഥലിൽ നിന്ന് പ്രാർത്ഥിച്ച് അതിലൂടെ ആ വെളിപ്പാടുകളെയാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. പലർക്കും വെളിപ്പാട് കിട്ടി, അങ്ങനെ വെളിപ്പാട് കിട്ടി, ഇങ്ങനെ വെളിപ്പാട് കിട്ടി. ഈ കഴിഞ്ഞ ദിവസം വളരെ വിചിത്രമാണ്, നിങ്ങൾ ചിരിക്കരുത്. ഈ കുമ്പനാട് പ്രദേശത്ത് പഴയ വിശുദ്ധന്മാരൊക്കെ ചവിട്ടി നടന്ന മണ്ണൊക്കെ അശുദ്ധമായി പോയി. അതുകൊണ്ടൊരു സഹോദരൻ ഒരു വെളിപ്പാട് കിട്ടി. നിങ്ങൾ അറിഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഞാനത് മൊബൈലിട്ട് തരാൻ വേണ്ടി. ഉപ്പ് വിതരണം, അപ്പൊ വിശുദ്ധമാവും. പുള്ളി കുറേ കൂടി ആ ഉപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പാട്ടുമാരാണ് ചോദിക്കാതെ ഇങ്ങനെ വിതറി. എന്തായി പറയും, എന്ത് പറയാനാ? ഉപ്പെല്ലാം വിതറി കഴിഞ്ഞപ്പം മറ്റുള്ളവരൊക്കെ ചോദിച്ചു, എന്തുവാണ് കാണിക്കുന്നത്? അല്ല, പഴയ ന്യായപ്രമാണ കാലത്തില്ലേ ഉപ്പ് വിതരണോ? അത് ഈ പഴയ നിയമത്തിലുള്ള കാര്യം, പഴയ നിയമത്തിലുള്ള കാര്യം. അത് കർത്താവ് അപ്പോസ്തലന്മാർ ആരും ഇത് ചെയ്തില്ല. ഇത് പുതിയ ശുദ്ധമായ പൊട്ടത്തരമാണ് കാണിച്ചു വെച്ചേ. എല്ലാവരും കൂടി പിടിച്ച് ശാസിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ മക്കളെല്ലാം ക്ഷമിക്കണോ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ഓരോ വെളിവുകളിൽ ഈ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ ആത്മീയമായിട്ട് നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ച് നമ്മൾ ആത്മീയരായി ദൈവകൃപയിൽ നിലനിന്ന് ശക്തിയോടെ മുമ്പോട്ട് പോകാൻ ഒരു ഉപ്പും പതറണ്ട. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന കർത്താവ് പറഞ്ഞു. നമ്മൾ ഉപ്പായാ മതി, ഉപ്പ് പതറാൻ നിൽക്കണ്ട. രുചിക്കുന്ന ഉപ്പായാ മതി നമ്മള്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് മാറി വെതറാൻ വേണ്ടി. ഇവിടെ വാക്കുകൾ ഉപ്പ് പോലെ രുചിയുള്ളത്, കൃപയോട് കൂടിയത് ആയിരിക്കണമെന്ന കർത്താവ് പഠിപ്പിച്ചത്. ദൈവമക്കൾ ഈ മർമ്മങ്ങളൊന്നും മനസ്സിലാക്കും. പലയിടത്തും വരെ പൊട്ടത്തരം പറഞ്ഞു കേട്ടോണ്ട് ചെയ്യുന്ന വിശ്വാസികളെ നമ്മൾ എന്ത് ചെയ്താലും കർത്താവും അപ്പോസ്തലന്മാരും ചെയ്തതാണെങ്കിൽ ചെയ്ത ഒരു കുഴപ്പമില്ല. പത്രോസ് അടുത്ത പ്രാവശ്യം നമ്മളൊരു സ്ഥലത്ത് പോവാണ്, ഇവിടെ സക്കായുടെ വീട്ടിൻ്റെ അവിടെ ഗുണം പിടിക്കാത്തവരാണ്. ഞാൻ കുപ്പമായിട്ട് വന്നേന്, ഇവൻ മഹാസ്തോത്രം ഒരു എന്താ പറയാ അനുസരണം കേട്ടവനാണ്. അതുകൊണ്ട് അവന്റെ പരിസരം മുഴുവൻ ഉപ്പൊക്കെ ഇട്ട് നമുക്ക് അവനെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണം എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോസ്തലന്മാർ ഉപ്പും മേടിച്ചുകൊണ്ട് ചെയ്തെങ്കിൽ നമുക്കും പോകാം. ഇത് കർത്താവ് ചെയ്യാത്തത്, അപ്പോസ്തലന്മാർ ചെയ്യാത്തത്, വചനത്തിൽ ഇല്ലാത്തത് ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു പിശാചിന് വെളിപ്പാട് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ചാടിയാൽ ഇതുപോലെ അബദ്ധത്തിൽ ചെന്ന് ചാടി മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന വഴക്കും പടക്കവും വായിക്കെട്ടണം വല്ല കാര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എന്ത് പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണം, ഏത് രീതിയിൽ പ്രസംഗിക്കണമൊക്കെ പുസ്തകത്തിലില്ലേ? പിന്നെ എന്തിനാണ് ഈ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നത്? ഞങ്ങളുടെ അസോസിയേഷൻ പാസ്റ്റർമാർ അങ്ങനെ പോയി ഇങ്ങനെ പോയി, അതുകൊണ്ട് സഭ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, അതൊന്നും നിങ്ങൾ നോക്കണ്ടെന്നൊക്കെ പറയുന്നത് ഏത് വ്യവസ്ഥയാ? എവിടത്തെ വെളിപ്പാടാ? ഇതൊക്കെ സാത്താൻ കൊടുക്കുന്നതല്ലേ? ഇതൊക്കെ വിളിച്ചു പറയാതിരിക്കട്ടെ. അപ്പൊ ചോദിക്കും, വിളിച്ചു പറഞ്ഞ പാസ്റ്റർ എന്താ? നമ്മുടെ സമൂഹമല്ലേ നാറുന്നത്, ചീഞ്ഞ് നാറുന്നത്. ഒരു മർത്തോമക്കാരൻ ഈ പ്രസ്താവന കേട്ടിട്ട് എന്താ പറയാ? പാസ്റ്ററേ, നിങ്ങളുടെ ഒരു കൂട്ടു പാസ്റ്റർ പറഞ്ഞത് കേട്ടല്ലോ. ഞാനൊന്നും കേട്ടില്ല. കാരണം ഞാനെങ്ങനെ പറയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ? ഞാനതിനൊന്നും കേട്ടില്ല, എനിക്കതിനൊന്നും നേരമില്ല സഹോദരൻ, എനിക്ക് വേറെ വല്ല കാര്യമുണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞ് ഞാനത് മറച്ചു കളയും. കാരണം നമുക്ക് നാണം കെടാൻ ഇനി സമയമില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് പറയുന്ന വിഷയത്തിലേക്ക് ഞാൻ വരിക. ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായി നമുക്ക് തീരാം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, അവന്റെ ഭാവമുള്ളവരായി നമുക്ക് തീരാം. അങ്ങനെ വരുമ്പോഴാണ് കർത്താവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കുന്നത്. ഈ വചനത്താൽ ഇത് ശുദ്ധീകരണം നമുക്കുണ്ടാകണം. ദൈവഹിതമല്ലാത്ത സ്വഭാവ വിശേഷങ്ങൾ എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം അതിനോട് വിട പറയണം. അതാണ് ഇന്നത്തെ വചനത്തിന്റെ പ്രധാന സന്ദേശം. ഹല്ലേലൂയ, സ്തോത്രം. 11 വാക്യം, 3:11. അതിൽ യവനനും യഹൂദനും എന്നില്ല,
ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തുവത്ര എല്ലാവരിലും എല്ലാമാകുന്നു. അപ്പോ ഈ പഴയ മനുഷ്യൻ അത് പഴയ സ്വഭാവങ്ങൾ ഉരിഞ്ഞു കളഞ്ഞ് എല്ലാവരും, ആരൊക്കെയാ? യഹൂദനും യവനനും പരിച്ഛേദന ഉള്ളവനും അഗ്രഹർമ്മനും ബർബനും ശകനും ദാസനും സ്വതന്ത്രനും എല്ലാവരും എല്ലാ ജാതി മതസ്ഥരും ഭാഷക്കാരും ഇവിടെ വരുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യണം? ആ പഴയ സ്വഭാവങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് പഴയ സ്വഭാവങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി തീരണമെന്ന് പൗലോസ് പറഞ്ഞു വെക്കുക. എന്നിട്ടാണ് നമ്മൾ 12 വരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കണം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യും. അപ്പൊ പഴയ സ്വഭാവങ്ങളെല്ലാം ദുർമോഹം, വിഗ്രഹാരാധന, അശുദ്ധി, അതിരാഗം അതൊക്കെ ഒഴിഞ്ഞു കളഞ്ഞ് ഈ കോപം, ക്രോധം, ഈർഷ്യ, ദുർഭാഷണം ഇതൊക്കെ വിട്ടുകളഞ്ഞ് പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞിട്ട് പിന്നെ ധരിക്കേണ്ട സ്വഭാവ ഗുണങ്ങളുടെ ഒരു പ്രത്യേകതയാണ് 12-ാം വാക്യം വെളിപ്പെടുത്തുന്നത്. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ആരായി? വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മാറുകയാണ്. വൃതന്മാരെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിനു വേണ്ടി വൃതസ്ഥമെടുത്ത് ഏതോ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന വൃതന്മാർ, വിശുദ്ധന്മാർ, പ്രിയരെ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ചു കളയുവാൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. അത്ഭുതത്തിന്റെയും അടയാളങ്ങളുടെയും പിറകെ ആരും പോകരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ സാക്ഷിയാണത്. നമുക്ക് വേണ്ടുന്ന അത്ഭുതങ്ങൾ അതാത് സമയങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. യാതൊരു സംശയവുമില്ല. ഇന്ന് കേട്ട വചനപ്രകാരം ഒരു പുതിയ മനുഷ്യനായി തീർന്നാൽ മതി. ഒരു പുതിയ പ്രൊഡക്റ്റായി നമ്മൾ തീർന്നു കഴിയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അതാത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ സമയത്ത് നമുക്ക് വേണ്ടി കർത്താവ് വൻകാര്യങ്ങളെ ചെയ്യും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമ്മോടുള്ള. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിച്ചാൽ തക്ക സമയത്ത് അവൻ നമുക്ക് അത്ഭുതങ്ങൾ തന്നെ വെളിപ്പെടുത്തുവാനിടയാക്കി. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് വിചാരപ്പെടരുത്. ആകാശത്തിലെ പറവകളെ നോക്കുവിന് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. സർവശക്തനായ ദൈവം അവയെ പുലർത്തുന്നു. ആ പറവജാതികളെക്കാൾ നമ്മൾ എത്ര വിശേഷതയുണ്ട്. മനുഷ്യന്റെ വില നില മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര വിശേഷതയുള്ളതാ പരസ്യനാട്ടിലെ ശിഷ്യന്മാർ മീൻ പിടിച്ചു കിടന്ന സാധാരണ 30 സൗരന്മാരും പറയാം, നിങ്ങൾ എത്ര വിശേഷം. അത് അഭിഷേകം പ്രാപിച്ച് ആത്മശക്തി പ്രാപിച്ച് വിശേഷമുള്ളവരായി തീർന്നില്ലേ? ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചില്ലേ? സ്വത്രം അവർ വലിയ വൻകാര്യങ്ങൾ ചെയ്തില്ലേ? മുക്കുവനായ പത്രോസിന്റെ ഷാഡോ തട്ടി രോഗിയിൽ സൗഖ്യമായ ചരിത്രം പ്രവൃത്തി നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? മരിച്ചവരെ പത്രോസ് ഉയർപ്പിക്കുന്നില്ലേ? അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും ഒരു ഘോഷയാത്ര തന്നെ പൗലോസിലൂടെ പത്രോസിലൂടെ കർത്താവ് ചെയ്യുന്നില്ലേ? മേശയിൽ ശുശ്രൂഷിക്കാൻ തെരഞ്ഞെടുത്ത സ്തെഫാനോസ്, ഫിലിപ്പോസ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തില്ലേ? എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്? അവർ ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യരായി അവർ തീരാൻ. ഇന്ന് നമ്മൾ തീരുന്നില്ല. അതുകൊണ്ടാണ് അതിന് കുഴപ്പം. അതിനുവേണ്ടി ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യരായി കഴിയുമ്പോൾ കർത്താവ് ഇതെല്ലാം ചെയ്യും. പുതിയ മനുഷ്യരായി തീരുമ്പോഴാണ് പുതിയ വസ്ത്രങ്ങൾ കുറെ ധരിക്കണം. അതിനാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സൊലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിക്കണം. ആത്മാവിന്റെ ഫലം നമ്മളിൽ ഉണ്ടാകണം. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം ആദിയായ ആത്മഫലങ്ങളെ നമ്മൾ ധരിക്കണം. ആത്മസ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. ദൈവത്തിന്റെ സ്വഭാവ വിശേഷം ആയ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കണം. അതിനെന്ത് ചെയ്യണം? പഴയതെല്ലാം ഉരിഞ്ഞു കളയണം. എന്നിട്ട് പുതിയത് ധരിക്കണം. ധരിക്കേണ്ട കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത് മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും.
കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ആ നിങ്ങളും ചെയ്യും. ആ എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിച്ചു. സ്നേഹമാണ് അഖില സാരസമുള്ളി. സ്നേഹമാണ് ഏറ്റവും പ്രധാനം. കർത്താവിനോട് ഒരു ശിഷ്യൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഗുരു, ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? കർത്താവ് എന്ന് പറഞ്ഞ്, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. അടുത്തൊരെന്നുകൂടി പറഞ്ഞു, എന്താ? ആ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. പുതിയ ദൈവത്തിൽ വരുമ്പോൾ കൂട്ടുവിശ്വാസികളെ സ്നേഹിക്കണം. സ്നേഹിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ആ സ്നേഹം ഇടപെടലായിട്ട് തീരണം. സ്വത്രം സ്നേഹം വാക്കുകളിൽ ഒതുക്കരുത്, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും വലുത്. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പ്രമാണം ദൈവസ്നേഹം. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും വലിയ സംഭവത്തെ കുറിച്ച് ഒരു പണ്ഡിതൻ പറഞ്ഞാൽ ഓർത്തുപോയി. ഏറ്റവും വലിയ സംഭവം എന്താണ്? രണ്ട് സംഭവം. രണ്ട് സംഭവം. ഒന്ന്, നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവസ്നേഹത്തിന്റെ ആധിക്യ നിമിത്തം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3 തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. അങ്ങനെ മനുഷ്യനെ ദൈവം സ്നേഹിച്ച് മനുഷ്യനെ വീണ്ടെടുത്തു. ഈ വീണ്ടെടുത്ത മനുഷ്യനെ വീണ്ടും ഈ ദുഷ്ടലോകത്ത് നിന്ന് ചേർക്കുവാൻ കർത്താവ് രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് ഒരു ചിന്തകൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഒന്നാം, നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കുന്നു. വീണ്ടെടുത്ത മനുഷ്യനെ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ചേർക്കുവാൻ കർത്താവ് വരുന്നു. കർത്താവ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഗലീലപുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത യേശു പോയതുപോലെ വീണ്ടും വരും, തിരികെ വരും. യേശു വരുമ്പോൾ നമ്മള് വീണ്ടെടുത്ത് ശുദ്ധീകരിച്ച് നിർത്തിയിരിക്കുന്ന നിർമ്മല കന്യകയായി നിൽക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തം. അത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ട് ഉത്തരവാദിത്തം. നമ്മളത് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റും? യേശു വന്ന ആ അവസ്ഥയിൽ നിൽക്കുന്നവരെ ചേർത്തോണ്ട് പോകും. അല്ലാത്തുള്ള കാര്യം സ്വാഹ, കൈവിടപ്പെട്ടു പോകും.